TCS നാസിക് ബ്രാഞ്ചിലെ വനിതാ ജീവനക്കാരെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നു. ഇതിന് പിന്നിൽ വലിയൊരു ജിഹാദ് ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും പ്രചരിപ്പിച്ച വാർത്തകൾ. മാധ്യമങ്ങൾ പറയുന്നത് കേട്ടോ നമ്മൾ ഞെട്ടിപ്പോകും. ഹിന്ദുക്കളായ സ്ത്രീകളെ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കുന്നു, ബീഫ് കഴിപ്പിക്കുന്നു, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ കോൺസ്പിറൻസിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. हिंदू लड़कियों को टारगेट करके उन्हें मुसलमान बनाने वाले एक मल्टीनेशनल कंपनी के गैंग का खुलासा। आर्थिक रूप से कमजोर हिंदू लड़कियों को चुन चुन कर उन्हें कंपनी में नौकरी पर रखती थी। इसके अलावा पीड़ितों को नमाज पढ़वाई जाती थी। हिंदू बच्चियों को नमाज पढ़वा रहे हैं, हिजाब बुर्का पहना रहे हैं, शर्म आनी चाहिए। TCS के नासिक वाले दफ्तर में कॉर्पोरेट जिहाद, ഗ്രൂമിംഗ് ഗാങ്, ലവ് ജിഹാദ്. സോഷ്യൽ മീഡിയ ഇതിനെ കേരള സ്റ്റോറി ആയിട്ട് കമ്പയർ ചെയ്തു തുടങ്ങി. മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രതികൾ ഇപ്പോഴും കുറ്റവാളികളാണ്. അവർ ശിക്ഷ വരെ വിധിച്ചു കഴിഞ്ഞു. उन्होंने इस प्रकार का काम किया है, उन सभी के ऊपर कड़ी से कड़ी सजा होगी उनको। मैं बोलती हूँ इनके लिए कोई सुनवाई नहीं होनी चाहिए, कोई सजा नहीं, एक ही चीज सीधा गोली। 40 ദിവസത്തെ അണ്ടർ കവർ ഓപ്പറേഷനിലൂടെയാണ് ഈ കോർപ്പറേറ്റ് ജിഹാദ് പുറത്തു കൊണ്ടുവന്നത്. ഇതിന്റെ പ്രധാന സൂത്രധാര നൈദ ഖാൻ എന്ന HR മാനേജർ ആണെന്നും അവർക്ക് ഡൽഹി ഭീകരകളുമായി ബന്ധമുണ്ടെന്നും ഒക്കെ റിപ്പോർട്ടുകളിൽ പറഞ്ഞു. എന്നാൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം? മാർച്ച് 26-നാണ് ഈ കേസിലെ ആദ്യ FIR രജിസ്റ്റർ ചെയ്യുന്നത്. TCSലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ വനിതാ ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നതായിരുന്നു പരാതി. ആദ്യം ധനീഷ് ഷെയ്ഖിനെയും തൗസിഫ് അക്തറിനെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് കൂടുതൽ പരാതികൾ വന്നതോടെ ഷാറൂഖ് ഖുറേഷി, റാസി മേമൻ, ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, അൻഷിനി ചൈനൻ എന്നിവർക്കെതിരെ കേസെടുത്തു. മാധ്യമങ്ങൾ നൈദക്കാരനെ പ്രധാന വില്ലനായി ചിത്രീകരിച്ചു. നൈദ HR ആണെന്നും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു യുവതികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും പോസ്റ്റ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് കമ്മിറ്റിയിൽ വരുന്ന പരാതികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണമുണ്ട്. मुस्लिम लड़कों को छेड़छाड़ और यौन शोषण का लाइसेंस HR मैनेजर निदा खान ने ही दिया। लेकिन सोचिए, जिस संस्था की HR हेड और पॉश कमेटी की सदस्य निदा खान हो, उस संस्था में पीड़ितों के साथ क्या हो रहा था। इसमें निदा खान भी मदद करती थी और हिंदू लड़कियों पर नमाज पढ़ने और हिजाब पहनने के लिए दबाव बनाती। ടാറ്റ കൺസൾട്ടൻസിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ഇത് ബാധിച്ചതോടെ അവർ ഒരു ഇൻഡിപെൻഡന്റ് ആയ ഏജൻസിക്ക് അന്വേഷണം നിയോഗിച്ചു. TCS വ്യക്തമാക്കിയ ഒരു കാര്യം, നൈദ ഖാൻ HR മാനേജറോ നേതൃസ്ഥാനമുള്ള വ്യക്തിയോ അല്ല. അവർ വെറും ഒരു പ്രോസസിംഗ് അസോസിയേറ്റ് മാത്രമാണ്. കൂടാതെ നാസിക് ബ്രാഞ്ചിൽ നിന്ന് പോസ്റ്റ് സംബന്ധമായ പരാതികളൊന്നും ഇന്റേണൽ റെക്കോർഡ്സിലും ഇല്ല. ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം അനുസരിച്ച് ഒരു റീജിയണൽ മാനേജർക്ക് പോലും പരാതികൾ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. അത് നേരിട്ട് മെയിൻ മാനേജ്മെന്റിലാണ് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ലോക്കൽ ശിവസേന നേതാവ് നിതിൻ ഗെയ്ക്വാഡ് ഈ കേസിൽ ഇടപെട്ട രീതിയാണ്. ന്യൂസ് ലോണ്ടറിംഗിനോട് അദ്ദേഹം തന്നെ പറഞ്ഞ കംപ്ലൈന്റിനെ നേരിട്ട് കണ്ട് 2-3 ദിവസം കൗൺസിലിംഗ് നടത്തിയാണ് പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നതാണ്. വിവാഹ വാഗ്ദാനം നൽകി ദാനിഷ് തന്നെ പീഡിപ്പിച്ചത് എന്നതാണ് കംപ്ലൈന്റിന്റെ പരാതി. 25 മാർച്ച് വൈകിട്ട് അവിടെയുള്ള ഹിന്ദു സംഘടനകളെല്ലാം കൂടി ചേർന്ന് 200-ലധികം പേര് നാസിക്കിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും 26 രാത്രി 1 മണിക്ക് ആദ്യ FIR ഫയൽ ചെയ്തു. തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ 8 FIRകൾ കൂടി വന്നു. എല്ലാ വിവരങ്ങളും നിതിൻ ഗെയ്ക്വാളും ഹിന്ദു സംഘടനകളുമാണ് പോലീസിന് നൽകിയത്. അപ്പോൾ പിന്നെ എവിടെയാണ് ആ 40 ദിവസത്തെ അണ്ടർ കവർ ഓപ്പറേഷൻ? നാസിക് പോലീസ് കമ്മീഷണർ തന്നെ അത്തരം ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു. വനിതാ ഓഫീസർമാർ സാധാരണ വസ്ത്രത്തിൽ ഓഫീസിൽ പോയി ജീവനക്കാരോട് സംസാരിച്ചു പരാതികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. മാധ്യമങ്ങൾ പറയുന്ന സ്റ്റോറീസും FIRഉം രണ്ട് വഴിക്കാണ്. FIRൽ നിർബന്ധിതമായി മതപരിവർത്തനത്തിനെ കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. ഇതിനർത്ഥം പ്രതികൾ നിരപരാധിയാണെന്നല്ല. കേസിന്റെ ക്രോണോളജി നോക്കിയാൽ 23 വയസ്സുള്ള പെൺകുട്ടിയാണ് ആദ്യം പരാതി നൽകിയത്. പ്രിന്റ് റിപ്പോർട്ടിൽ പറയുന്നത് കംപ്ലൈന്റിന്റും ദാനിഷും കോളേജ് കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ദാനിഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി അന്ന് സമ്മതിച്ചിരുന്നില്ല. പെൺകുട്ടി പഠിത്തം കഴിഞ്ഞിട്ട് ദാനിഷ് പറഞ്ഞിട്ട് TCSൽ ജോയിൻ ചെയ്തു. പിന്നീട് പെൺകുട്ടി TCSൽ ചേർന്നപ്പോൾ ദാനിഷ്, തൗസിഫ്, നൈദ അടങ്ങുന്ന സംഘവുമായി സൗഹൃദത്തിലായി. 2024 ഓഗസ്റ്റ് വിവാഹ വാഗ്ദാനം നൽകി ദാനിഷ് പീഡിപ്പിച്ചുവെന്നും പിന്നീട് തൗസിഫ് ഇതറിഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി. ഇതിനിടയിൽ ഇസ്ലാം മതം മികച്ചതാണെന്ന രീതിയിൽ സംസാരം ഉണ്ടായതായും പരാതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇതൊരു കൺവേർഷൻ റാക്കറ്റ് അല്ലെന്നാണ് ACP സന്ദീപ് പറയുന്നത്. ഇതൊരു കൺസെൻഷ്വൽ എക്സ്ട്രാ മാരിഷ്യൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് പൊളിഞ്ഞൊരു ടെറിബിൾ ഫോം ആയതാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ വാദിക്കുന്നു. ചുരുക്കത്തിൽ ഇതൊരു സംഘടിത മതമാറ്റ ശ്രമമാണെന്ന് FIRൽ തെളിവുകളില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഓപ്പോസിറ്റും സംഭവിക്കാം. ഹിന്ദു ഓർഗനൈസേഷൻ, മെയിൻ സ്ട്രീം മീഡിയ, നാസിക് പോലീസ് ഇവരുടെ കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. തെറ്റ് ചെയ്തവർക്ക് ഇവർ ശിക്ഷ മേടിച്ചു കൊടുക്കും. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, എല്ലാ റേപ്പ് കേസുകളിലും ലൈംഗിക അതിക്രമ കേസുകളും ഇതേ ആവേശം ഹിന്ദു സംഘടനയും സംവിധാനവും കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമാവുമായിരുന്നു. അങ്കിത ബട്കാരി കേസ് 2022, 19 വയസ്സുള്ള പെൺകുട്ടി VIP കേസിന് വഴങ്ങിക്കൊടുത്തില്ല. BJP ലീഡറിന്റെ മകൻ കൊന്നുകളഞ്ഞു. സോ അന്നേരം അവിടെ ഒരു ഹിന്ദു സംഘടന രക്ഷിക്കാനില്ലായിരുന്നു, അണ്ടർ കവർ ഏജൻസിയും ഇല്ലായിരുന്നു. മണിപ്പൂരിലെ സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിച്ച് റേപ്പ് ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഈ ഹിന്ദു സംഘടന? ഹത്രാസ് കേസിലും മുന്നോ കേസിലും എവിടെയായിരുന്നു ഇവർ? ബിൽക്കിസ് ബാനോ കേസിൽ പ്രതികളെ പൂമാലയിട്ട് സ്വീകരിച്ചും ഇതേ സംഘടനകളല്ലേ? ഞാൻ ഇതിനെ പറ്റി ഒരു ഇന്ത്യാസ് എഫ്സ്റ്റീൻ ഫയൽസ് എന്ന ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നാസിക്കിലെ കേസ് എവിടെ പോയി ഹിന്ദു സംഘടന? TCS കേസല്ല. മാർച്ച് 18 നാസിക് അശോക് കാലത്ത് റിച്ചസ്റ്റ് മാൻ, സ്വന്തമായി ദൈവമാണെന്ന് പറയുന്ന ഒരാൾ 7 സ്ത്രീകളെ പിടിച്ചപ്പോൾ ഈ സംഘടന ഇടപെട്ടോ? ഇതിനെയാണ് സെലക്റ്റീവ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഹൈ പ്രൊഫൈൽ ആയാലും ലോ പ്രൊഫൈൽ ആയാലും നിയമം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം.